കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാവുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഈ ഒരു പറയുന്ന ടിപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് നമുക്കൊരു 3 കിലോയോളം നമ്മുടെ ശരീരഭാരം ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികൾക്കും ഒരുപോലെ ഇത് നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. അവർക്ക് വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഓട്സ് പൗഡറാണ്. ഞാനിപ്പോൾ ഓട്സ് കുറച്ച് എടുത്തതിന് ശേഷം പാനിലിട്ടൊന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ മിക്സർ ജാറിൽ ഇങ്ങനെ പൊടിച്ച് വെക്കാറാണ് പതിവ്. ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. ഇല്ല ഇപ്പം നിങ്ങൾക്ക് ഓട്സ് പൗഡർ ഫോമിൽ വേണ്ടാന്നാണ് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പൗഡർ ഫോമിൽ ഇത് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയായാലും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം ഓട്സ് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാളുടെ ആ ഒരു അളവിനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് 1.5 കപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പാക്കറ്റ് കവർ പാലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പശുവിൻ പാലുണ്ടെങ്കിൽ മാക്സിമം റിസൾട്ട് കിട്ടും. പിന്നെ പാക്കറ്റ് കവർ പാലെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓട്സിൻ്റെ പൗഡറില്ലേ, ഇത് നമുക്ക് 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു പൗഡർ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആപ്പിളാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഇച്ചിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആപ്പിൾ ഒരു മീഡിയം സൈസ് ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്കിന്നോട് കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയായാലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ്. ഞാൻ ഇതിലോട്ട് ഇപ്പോൾ കുറച്ച് ബദാം, അതുപോലെ വളരെ കുറച്ച് മാത്രം കാഷ്യൂ നട്ട്സ്, കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ഉണക്കമുന്തിരിയും ഡേറ്റ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഏകദേശം ഇത് ഫുള്ളും കൂടിയിട്ട് ഒരു കൈപ്പിടിയോളം ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഇപ്പോൾ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സീഡ്സ് ഉണ്ടല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതിലോട്ട് ഞാൻ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മധുരം തന്നെയായിരിക്കും ഈ ഒരു ഷേക്കിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് ബനാന, അത് കംപ്ലീറ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളിൽ കുഞ്ഞു ബനാന ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 2 വരെ ചേർത്ത് കൊടുക്കാം. ഇല്ല വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ബനാന വളരെ അധികം നല്ലതാണ്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതും കൂടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ മാത്രമായിരിക്കും ആ ഒരു റിസൾട്ട് കിട്ടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മളിത് കുടിക്കേണ്ടത്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്കും റിസൾട്ടായിരിക്കും. നിങ്ങളിപ്പോൾ രാവിലെ ചായയോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്ന് പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിനോ ഒരു മണിക്കൂറിനോ ശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയും കൂടി നിങ്ങളിത് കുടിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 2 പ്രാവശ്യം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ഒരു 3 കിലോളം വെയിറ്റ് ഉറപ്പായിട്ട് കൂടിയിരിക്കും. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഈ ഒരു പറഞ്ഞ ക്വാണ്ടിറ്റീസ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.